ഹായ് ഫ്രണ്ട്സ്, കുക്ക് വിത്ത് ജോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നന്നായിട്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, നല്ല കാറ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ച് എന്തെങ്കിലും ഒരു കാറ്റ് മഴയൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിരിക്കുന്നത് ഉണ്ണിയപ്പം തന്നെ, പക്ഷേ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഞാനൊന്ന് ഗോതമ്പ് മാവിലാണ് ഉണ്ണിയപ്പം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗോതമ്പ് മാവിൽ ചൂടോടെ ഉണ്ണിയപ്പം ചെയ്ത് നമുക്ക് കഴിച്ച് സന്തോഷപ്പെട്ടിരിക്കാം. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. എന്നാൽ മാത്രമേ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും പുതിയതായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും റീച്ച് ആവുന്നതാണ്. നല്ല നല്ല പുതിയ പുതിയ റെസിപ്പീസ് നിങ്ങൾക്ക് റീച്ച് ആവുന്നതാണ്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ചേരുവകൾ ഞാൻ പറയാം. ഇതിലാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ 1 കപ്പ് ഗോതമ്പ് മാവ്, 2 പഴം, നല്ല പഴുത്ത ആയിരിക്കണം. അത് മാത്രമല്ല പാളയംകുടം പഴമായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. 2 പഴവും 1 ഗ്ലാസ് ഗോതമ്പ് മാവും, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ചേരുവകൾ. ഇത് രണ്ടും കൂടെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് നല്ല മിക്സ് ചെയ്താണ് നമ്മളൊന്ന് ചെയ്യാനുള്ളത്. എത്രത്തോളം നമ്മൾ പഴം ആഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 2 or 3 പഴം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം സോഫ്റ്റായിട്ടായിരിക്കും നമുക്കൊന്ന് ഈ ഉണ്ണിയപ്പം വന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ അകം വന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി പഴം ആഡ് ചെയ്യണമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യും, ഇതൊന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്കൊന്ന് മാവ് മാത്രം ഇടാം. ഈ മാവിൻ്റെ കൂടെ നമ്മളൊന്ന് ഈ 2 പഴം മാത്രം വെച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ പഴം ആദ്യം നമ്മൾ വെള്ളമൊന്നും ഇതിൽ ചേർക്കാതെ വേണം ഫസ്റ്റത്തെ ഈ ഒരു സെറ്റെല്ലാം ചെയ്യാനുള്ളത്. ഇതിൽ ഗോതമ്പ് മാവും പഴവുമായിട്ടുള്ള മിക്സ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയാണ് ഇനി എടുക്കുന്നത്. ശർക്കര ഒരേ ഒരു ശർക്കര എടുത്തിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ള ശർക്കരയാണ്, ബ്ലാക്ക് അല്ല, വെള്ള ശർക്കരയാണ്. നല്ല ഒരു ഇതായിരിക്കും, ടേസ്റ്റിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി തേങ്ങയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ കൊപ്രയാണ്. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ശർക്കര മാത്രമായിരിക്കും ഞാൻ ഫുള്ളായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഫുള്ളായിട്ട് ബോയിൽ ചെയ്തെടുക്കുന്നത്. നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് നേരം സെറ്റാകാൻ വേണ്ടിയിരിക്കട്ടെ. ഒരു 5 അല്ല ഒരു 10 മിനിറ്റത്തേക്ക് ഈ മാവ് അങ്ങനെ സെറ്റാകുമായിരിക്കും. നമുക്ക് ഈ സമയത്ത് ശർക്കര നന്നായിട്ട് തിളപ്പിക്കുക. കരുതുന്ന 2 ഗ്ലാസ് വെള്ളത്തിലാണ്. നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ ഡസ്റ്റ് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആവും. അത് കഴിയുമ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റണം. ഇതേ സമയത്ത് തന്നെ ഞാനൊന്ന് കോക്കനട്ട് കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചെറുതായിട്ട് കോക്കനട്ട് ചെറിയ ഇത് പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് നല്ല നെയ്യിൽ വറുത്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ നെയ്യിൽ വറുക്കുമ്പോൾ ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ നമുക്ക് വരണം. നെയ്യിൽ വറുത്ത് ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോൾ തന്നെ ഇത് കട്ട് ചെയ്ത് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മാവിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളത്. തിളച്ചിരിക്കുന്ന ശർക്കര നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യാം. നമ്മൾ സാധാരണ ഈ ചായയൊക്കെ എടുക്കുന്ന ഒരു ഫിൽട്ടർ ചെയ്യുന്ന അരിപ്പിൽ തന്നെ ചെയ്താൽ മതി.
ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇച്ചിരി ഒന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ ഒത്തിരി ചൂടോടെ നമുക്ക് ഈ മാവ് മിക്സ് ചെയ്യാൻ പാടില്ല. മീഡിയം ചൂടിൽ വേണം മാവ് വന്ന് ഈ ശർക്കര പാനീയാഴ്ചയും കൂടി ചേർത്ത് വെച്ചാണ് മിക്സ് ചെയ്താണ് സെറ്റ് ചെയ്ത് എടുക്കാനുള്ളത്. നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇനി ഇച്ചിരി ശർക്കര പാനീയം ചെയ്തതിന് ഇപ്പോൾ ഒരു ചെറു ചൂടേ ഉള്ളൂ. നമുക്കതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്